ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. ഇന്ന് വന്നിരിക്കുന്നത് ഇത് 2011 മോഡൽ ഇന്നോവയാണ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് 2011 മോഡൽ ഇന്നോവയാണ്. അപ്പോൾ നമ്മൾക്ക് ടൈപ്പ് 4 കൺവേർഷന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലാണുള്ളത്. നമ്മൾക്ക് ഈ വണ്ടിയുടെ ഫുൾ കംപ്ലീറ്റ് ചെയ്യണ വീഡിയോ അല്ല കേട്ടോ. നമ്മൾ ഈ വണ്ടി ഫുൾ റിമൂവ് ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഫ്രണ്ടിലെ ബോഡി പാർട്സുകൾ സെറ്റിങ് ചെയ്യുന്നു, അങ്ങനെ ഒരു ചെറിയ വീഡിയോ. അതേപോലെ തന്നെ നമ്മളുടെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റിനെ ഡീറ്റെയിൽ ചെയ്തുകൊണ്ട് ഉള്ളൊരു വീഡിയോ. ഈ വണ്ടി ആദ്യം നമുക്കൊന്ന് കണ്ടിട്ടും വരാം. നിങ്ങൾ വണ്ടി കണ്ടിരിക്കും, വലിയ രീതിയിൽ പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. ഒരു ഡോറിന് ചെറിയ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിൽ ക്വാർട്ടർ പാനലിന് ചെറിയ ഡെന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ, 2011 മോഡൽ വണ്ടിയുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾക്ക് ഇതിപ്പോൾ കൺവേർഷൻ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫ്രണ്ടിലെ പാർട്സുകൾ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പോകാം. ഫുൾ പാർട്സും കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ ഔട്ട്, അതായത് കമ്പനി അല്ലാണ്ട് വേറെ സെറ്റിംഗ് കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് ഇല്ല കേട്ടോ നിലവിൽ. കാരണം എല്ലാം നെറ്റ് ബോൾട്ടുകളും കമ്പനി നെറ്റ് ബോൾട്ടുകൾ തന്നെയായിരുന്നു നമ്മളിപ്പോൾ യൂസ് ചെയ്യണത്. ഇപ്പോൾ നിലവിൽ ഇതിലുള്ള നെറ്റ് ബോൾട്ട്, ഫെൻഡറിൻ്റെയൊക്കെ നെറ്റ് ബോൾട്ട് ഇപ്പോൾ നിലവിൽ ഇതിമുള്ളത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ നല്ല നെറ്റ് ബോൾട്ടും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ടൊയോട്ട ബ്രാൻഡിൻ്റെ ഈ ഒരു നെറ്റ് ബോൾട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുക. കാരണം പെട്ടെന്ന് തുരുമ്പോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. മാക്സിമം ഈ വണ്ടിയിലുള്ള നല്ല നെറ്റ് ബോൾട്ട് നോക്കിയിട്ട് യൂസ് ചെയ്യും. അതല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മാരുതി ബോൾട്ടുകളും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഫ്രണ്ടിലെ സെറ്റിങ് കാര്യങ്ങളൊക്കെ പോവാം. പ്രോപ്പർ സെറ്റിങ് ഫുള്ളായിട്ട് ഇപ്പോൾ ചെയ്യണില്ല. ഫ്രണ്ടിലെ ബോണറ്റ് സെറ്റ് ചെയ്യാം, രണ്ട് സൈഡ് ഫെൻഡർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലെ ബോണറ്റും അതുപോലെ തന്നെ രണ്ട് സെൻറ്റ് ഫെൻഡർ കാര്യങ്ങളെല്ലാം സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബമ്പറും സാധനങ്ങളെല്ലാം ഹെഡ്ലൈറ്റ് സെറ്റിങ് ചെയ്തതിന് ശേഷമാണ് ഫിറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട്. അതിന് ബ്രാക്കറ്റ് പിടിപ്പിക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ചും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ചെയ്യണില്ല, കാരണം നോസിലും കാര്യങ്ങളൊക്കെ വേണം. അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ബ്രാക്കറ്റൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഈ വണ്ടിയുടെ വീഡിയോ എന്തായാലും സെപ്പറേറ്റ് ചെയ്ത് വേറെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ പ്രൊജക്ടർ ഹെഡ്ലൈറ്റിനെ പറ്റിയാണ്. ഇതാണ് നമ്മളുടെ ഇന്നോവയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്. അപ്പോൾ ഈ ഹെഡ്ലൈറ്റുമ്മ എല്ലാവരും ഡൗട്ടാണ് ബാക്കിൽ ലൂപ്പിങ് കാര്യങ്ങളൊക്കെ വരുമെന്ന്. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ
അതാരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു സിംഗിൾ കപ്ലർ, ഈ കപ്ലറാണ് ഹെഡ്ലൈറ്റിലേക്ക് പോണ കപ്ലർ. അതേപോലെ തന്നെ നമ്മുടെ പാർക്ക് ലൈറ്റ് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ കമ്പനി വരുന്ന മാതിരി തന്നെ കപ്ലറാണുള്ളത്. മോട്ടർ എല്ലാവർക്കും ഡൗട്ടാണ് നമ്മളുടെ മേലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ലൈൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന മോട്ടർ ഉണ്ടാവും എന്നുള്ളത് ഈ ഹെഡ്ലൈറ്റിൽ. അതെന്തായാലും ഈ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. അതിൻ്റെ മോട്ടറിൻ്റെ കണക്ഷൻ കമ്പനി എങ്ങനെ ബ്രാക്കറ്റ് വരുന്നത് അത് തന്നെ. ഇതാണ് ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ താഴെ വരുന്നത്. ഈ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ ഇപ്പോൾ റണ്ണിങ് ചെയ്തിട്ടുള്ള ഇത് മെട്രിക്സ് ടൈപ്പ് ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ ഇത് റണ്ണിങ് ചെയ്ത് കത്തണം, അതായത് ഇങ്ങനെ റൺ ചെയ്ത് കത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള വാഹനങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് വയർ തന്നെ ഉണ്ട് ബാക്കിൽ. ഈ യെല്ലോ ആൻഡ് ബ്ലാക്ക് വയർ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. അതായത് ബ്ലാക്ക് കട്ട് ചെയ്ത് യെല്ലോയിലേക്കും യെല്ലോ കട്ട് ചെയ്ത് ബ്ലാക്കിലേക്കും കൊടുക്കണം. എന്നാലാണ് നമ്മളുടെ ഇൻഡിക്കേറ്റർ റണ്ണിങ് ചെയ്ത് കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണം. ഈ ഹെഡ്ലൈറ്റ് ഇപ്പോൾ നിങ്ങളെല്ലാം പുറത്തുനിന്ന് വാങ്ങി സെറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം എന്തായാലും ചെയ്യാൻ മറക്കരുത്. ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ പാർക്ക് ലൈറ്റ് കത്തില്ല, അല്ലെങ്കിൽ ബ്ലിങ്കിങ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമ്മളെ ഹെഡ്ലൈറ്റ്. പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്ക വണ്ടികളിലും ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ കൺവേർഷൻ ചെയ്യാനുള്ള പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഷോപ്പ് നമ്മൾ ഇരിഞ്ഞാലക്കൂടെ കാട്ടൂർ റോട്ടിൽ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ ഇപ്പോൾ നമ്മളുടെ ലൈസൻസിൻ്റെയും കാര്യങ്ങളിലൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷോപ്പ് സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് നമ്മുടെ ഷോപ്പിൽ സാധനങ്ങളൊക്കെ വരുമ്പോൾ മാക്സിമം റേറ്റ് കുറവിന് സാധനങ്ങൾക്കൊക്കെ അതായത് നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ എത്തിക്കാനായിട്ട് നമ്മൾ സാധിക്കും. മാക്സിമം മാർജിൻ ഇല്ലാണ്ട് നമ്മളൊരു മാർജിൻ കുറച്ചിട്ട് നിങ്ങൾക്ക്, അതായത് വില കുറവിന് പാർട്സ് എത്തിക്കാന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കൺവേർഷൻ പാർട്സ് ഇപ്പോൾ എർട്ടിഗ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇന്നോവ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഫോർച്യൂണർ കൺവേർട്ട് ചെയ്യാൻ പറ്റും, സിയാസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ HUV കൺവേർട്ട് ചെയ്യാൻ പറ്റും, ബൊളോറോ കൺവേർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് നെറ്റ്സോൺ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് വണ്ടികൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കൺവേർഷൻ പാർട്സുകളാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫോക്കസിങ്. കൂടെ നോർമൽ ആക്സസറീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്നിട്ട് പറയും ഇപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് കുറച്ചും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോപ്പ് എടുത്തിട്ടുള്ളൂ. അതിൻ്റെ വേറെ വർക്കും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടായാലും ചെയ്യും. അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർജിനിൽ പാർട്സും കാര്യങ്ങളൊക്കെ എത്തിക്കും. അതേപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ carjj.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ പാർട്സിൻ്റെ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ എന്തായാലും അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഓരോ പാർട്സിൻ്റെ ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കുള്ള പാർട്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം. ഇപ്പോൾ മാക്സിമം ആൾക്കാർ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട്. സംഭവം 1 ലക്ഷം ആയിട്ടില്ലെങ്കിൽ 1 ലക്ഷം എത്രയും പെട്ടെന്ന് എത്തിക്കാമെന്നാണ് നമ്മുടെ ഒരു ഇത്. 1 ലക്ഷം ആയിട്ടില്ലെങ്കിൽ 78,000 ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമുള്ളത്. എന്നാൽ പോലും മാക്സിമം ആൾക്കാർ നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോവിഡാണ്, എല്ലാവരും കെയർ ആയിട്ട് തന്നെ ഇരിക്കുക. നമ്മുടെ റിലേറ്റീവ്സിന് ഒരുപാട് ആൾക്കാർക്ക് കോവിഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ വയസ്സായവർക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വിഷമമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു കസിൻ്റെ അപ്പച്ചൻ മരിച്ചു. അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10-12 ദിവസമായി. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കോവിഡൊക്കെയാണ്. മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് പറയില്ല. എന്തായാലും ജോലിയും കാര്യങ്ങളൊക്കെ പോകാണ്ട് എന്തായാലും പൈസ സമ്പാദിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ജോലിക്ക് പോകുമ്പോഴും ഡബിൾ മാസ്കും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്കിലും ആൾക്കാർ കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ എങ്കിലും ഡബിൾ മാസ്കിങ് ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ 95 മാസ്ക് സിംഗിളായിട്ട് യൂസ് ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ സെറ്റിങ്ങും കാര്യങ്ങളും ഹെഡ്ലൈറ്റ് ഒന്ന് പരിചയപ്പെട്ട ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഫ്രണ്ട് സെറ്റിങ് കാര്യങ്ങളും മനസ്സിലായില്ലേ? അങ്ങനത്തെ ചെറിയൊരു വീഡിയോ ചെയ്തതാണ് വെറുതെ. എന്തായാലും നമ്മളിപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് എടുത്ത വണ്ടിയാണ്. അപ്പോൾ അത് നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം തന്നെ നമ്മൾ വീട്ടിൽ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്യാരേജിൽ വണ്ടികളുണ്ട്. ഗ്യാരേജിൽ വണ്ടി കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. ഇപ്പോൾ 4 ദിവസത്തേക്ക് കണ്ടെയ്ൻമെൻറ്റ് സോണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരാളവിടെ താമസിക്കുന്ന കാരണം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ചെയ്തതാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാം. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും വീഡിയോസ് ചെയ്യാനുള്ള ഐഡിയാസും കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ഐഡിയാസും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ്സ് ചെയ്തേക്ക്. ചേട്ടാ ഇന്നതിനെ പറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരുന്നു, ഇന്നതിനെ പറ്റി ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു എന്നുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.